എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നല്ല കുറുകിയ ചാറോട് കൂടിയ കൊടംപുളിയൊക്കെ ഇട്ട ഒരു മീൻകറിയുടെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ ഇതുവരെ ഇതുപോലെ കുറുകിയ ചാറ് കിട്ടുന്നില്ല മീൻകറി വെച്ചിട്ട് എന്ന് പറഞ്ഞ് പരിഭവപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇത് കേട്ടോ. അത് ഒരിക്കലും ഫ്ലോപ്പായി പോയില്ല. നിങ്ങൾക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയത് ഇതുപോലത്തെ നല്ല മീൻകറി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതിന് കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉലുവയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളിയുടെ ആ മിക്സ്ചർ ഉണ്ടല്ലോ, അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയല്ല, ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുന്ന പാകമാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മെഷർമെൻ്റ് എല്ലാം ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടും, എരിവും ഒരുപാടുണ്ടാവില്ല. ഇനി ആ പൊടികളെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് പച്ചമണം മാറ്റിയെടുക്കണം. പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തേക്ക് കൊടംപുളി, അതായത് ചൂടുവെള്ളത്തിൽ കഴുകി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കൊടംപുളിയും അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ലോയിലാക്കി നമ്മൾ കുറച്ച് നേരം ഒരു 2 സെക്കൻഡ് ഇതൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ട പോലെ ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ആ സമയമാകുമ്പോൾ ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുത്താൽ നമുക്ക് കുറുകിയ ചാറോടുകൂടിയ മീൻകറി കിട്ടില്ല. മീൻ ഒരുപാട് വേവൊന്നുമില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കണം. കുറച്ച് നേരം നന്നായി തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഈ സമയത്ത് നമുക്കിതിനകത്തേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് ചെറുതായിട്ടൊരു സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അടച്ച് വെച്ച് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ച് ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് സ്പൂണോ തവിയോ ഒന്നും ഇട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ തുണി വെച്ച് നമ്മളൊന്ന് ചട്ടി ഇളക്കി മാത്രം, ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് മാത്രമേ ഈ കറി മിക്സ് ചെയ്യാവൂ. നമ്മൾ തവിയോ സ്പൂണോ എന്തെങ്കിലും യൂസ് ചെയ്താൽ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ കറി നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ എൻ്റെ മീൻകറി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു പരുവത്തിലുള്ള ഗ്രേവി പരുവാകുമ്പോഴാണ് ഞാൻ ഈ മീൻകറിയുടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് ചട്ടിയിലിരിക്കുന്നതുകൊണ്ട് ആ ചട്ടിയുടെ ചൂടുകൊണ്ട് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ട് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചുറ്റിക്കാം കേട്ടോ. ഞാൻ ചുറ്റിക്കുന്നൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് അടച്ച്